ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് സജൂസ് ഹോംലി ഫുഡ്സ്. ഇന്ന് നമ്മൾ 150 ഗ്ലാസ് പാലട ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് വേണ്ടിയിട്ടല്ല, ഒരു ഷോപ്പിലേക്ക് വേണ്ടിയിട്ടാണ്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 150 ഗ്ലാസ് പായസം ഉണ്ടാക്കി തരുമെന്ന്. സാധനങ്ങളല്ലാതും അവർ കൊടുന്നന്നിരുന്നു, നമ്മൾ ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഉണ്ടാക്കില്ലെന്ന് കരുതിയിട്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. ഇരുപത്തിനാല് പാക്കറ്റ് ലോങ് ലൈഫ് മിൽക്ക് ഉണ്ട്, 12 ലിറ്റർ ഉണ്ടാവും. പിന്നെ 6 പാക്കറ്റ് അട, 2 ടിന്ന് മിൽക്ക് മെയ്ഡ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പഞ്ചസാര, ഇത്രയാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്നോട് വാങ്ങിക്കാൻ പറഞ്ഞിരുന്നു, പക്ഷേ തലേ ദിവസം രാത്രിയാണ് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഷോപ്പൊക്കെ അടച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെ പിറ്റേ ദിവസം 11 മണിയാകുമ്പോഴത്തേന് പായസം വേണമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറ്റൂല പറഞ്ഞതായിരുന്നു. പിന്നെ അവർ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചു തന്ന്, അതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. ഇനി നമുക്ക് ചെമ്പിലോട്ട് ഓരോ പാക്കറ്റ് പാലൊഴിച്ച് കൊടുക്കാം. ഇത്രയും ക്വാണ്ടിറ്റി പാലട ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. കുറേശ്ശെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇത്ര അധികം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ സേമിയ പായസം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, 100 ഗ്ലാസ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ പെരുന്നാളിന് നമ്മളെ ഇവിടെ അടുത്ത് നമുക്ക് പള്ളിയുണ്ട്. ആ പള്ളിയിൽ പെരുന്നാളിന് ഞാനാണ് പായസം ഉണ്ടാക്കാറുള്ളത്. 100 ഗ്ലാസ് ഉണ്ടാക്കാറുണ്ട്. അത് ചെമ്പിനൊരു 3/4 ഭാഗത്തോളം, 3/4-നടുത്തുണ്ടാവും. എന്നിട്ട് ഇത്രയായിട്ട് ഞാൻ തന്നെയാണ് ഒരു 7 വർഷത്തോളമായിട്ട് ഞാനാണ് ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ ഈ കൊറോണ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇനി നമ്മൾ ഈ പാല് പാക്കറ്റ് മുഴുവൻ ഇതിൽ പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഇത് കുറുക്കാനായിട്ട് വെക്കുകയാണ്. ഇപ്പോഴും നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചെടുക്കില്ല കേട്ടോ. ഇപ്പോൾ വെള്ളത്തിനൊന്നും ആവശ്യമില്ല. നല്ലോണം കുറുക്കി വന്നിട്ട് അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് അട കിട്ടതിന് ശേഷം കുറച്ചും കൂടെ തിക്കായിട്ട് വരികയാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ലാസ്റ്റ്. ഇപ്പോഴൊന്നും ചെയ്യണ്ട. ഇപ്പോൾ പാലെല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അട ഒന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വലിയൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെമ്പിൽ നിറച്ച് ഞാൻ തിളച്ച വെള്ളം എടുത്തതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ 3 പാക്കറ്റ് അടയാണ് എടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ അത് 6 പാക്കറ്റ് ഉണ്ട്. അതിൽ ഞാൻ 3 പാക്കറ്റാണ് എടുക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പാക്കറ്റായിട്ട് ഈ വെള്ളത്തിലോട്ട് പൊട്ടിച്ചിട്ടാൽ അത്, എന്നിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ അത് നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ മുന്നേ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയായിരുന്നു. ഇതിന് ആവശ്യമൊന്നുമില്ല. നമുക്ക് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോഴേ നല്ലോണം കുക്കായിട്ട് കിട്ടും നമുക്ക്. ഇപ്പോൾ ഞാൻ അട എടുക്കുന്നത് 3 പാക്കറ്റാണെന്ന് പറഞ്ഞില്ല, പക്ഷേ ഞാൻ 4-മത്തെ ഒരു പാക്കറ്റും കൂടെ എടുക്കുന്നുണ്ട്. അത് അവിടെ പാലിലിടുന്ന ടൈമിൽ അത് ക്വാണ്ടിറ്റി കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാനൊരു പാക്കറ്റും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പായസം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. ഇനി നമുക്ക് പാലിലോട്ട് ഒരു 10-15 ഏലക്ക കൂടി ഒന്നിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പാല് അടി പിടിക്കാതിരിക്കാൻ നല്ലോണം ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അട എന്തായി നോക്കാം. അട ഇത് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. നല്ലോണം പൊങ്ങി മേലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ചെയ്താൽ മതിയാവും. തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് വേറെ നമുക്കത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനി പാലിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് സോക്കാവണം. ഇപ്പോഴേ നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി പാലിൽ കിടന്നിട്ട് ഒന്നും കൂടി സോക്കാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആവും. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ മധുരം ഇടാം. കുറവാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം ഇട്ടാൽ മതി. മധുരത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. എന്നിട്ട് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കാനുണ്ട്. അപ്പോഴും നമ്മുടെ പായസത്തിൻ്റെ കളർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ, പായസത്തിൻ്റെ അല്ല പാലിൻ്റെ കളർ ജസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമുക്കിതിലോട്ട് അട ചേർത്ത് കൊടുക്കാം. പാൽ ജസ്റ്റ് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അട ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്.
അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടുള്ള അട ഇട്ട് കൊടുത്തിട്ടുണ്ട്, 3 പാക്കറ്റ് അട ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. നമ്മുടെ പായസത്തിൽ അടൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ഞാനൊരു പാക്കറ്റ് കൂടെ അട എടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 4ാമത്തെ അടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അടി പിടിക്കുന്നത് നല്ലോണം ശ്രദ്ധിക്കണം. പായസം നല്ലോണം സെറ്റായി വരുന്നത് വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. പായസം ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക. മേലെ ഇങ്ങനെ ഒരു യെല്ലോയിഷ് കളർ കാണുന്നില്ലേ, അത് പാല് മാത്രമായതുകൊണ്ടാണ്. വെള്ളം കൂടെ ചേർത്ത് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാവില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ലോണം ഇങ്ങനെ കുറുകി വരുമ്പോൾ ഈ അടയും പാലും കൂടെ സെയിം ആയിട്ട് വരും. ഒരേ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടാണ് വരിക, ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതാണ് ഈ പായസത്തിൻ്റെ പരുവെന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പാല് മേലെ അട താഴെ ഇട്ട് നിൽക്കും. അങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ നല്ലോണം ഒന്നുകൂടെ തിളച്ച് കുറുകി വരണം. ഈ പാല് മുഴുവൻ ഈ അട പിടിച്ചെടുക്കണം. അടയിലിങ്ങനെ നല്ലോണം സോക്കായിട്ടുണ്ടാവണം. അപ്പോഴാണ് പായസം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ വറ്റിച്ച് കുറുക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ പായസം റെഡിയാണ്. ഇത് നമുക്ക് ഇറക്കി വെക്കാൻ. ഇതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് പരിപാടി. ഇതും കൂടെ ആവുമ്പോഴാണ് പായസം പൂർണ്ണമാവുള്ളൂ. അധികം ചെറിയ കുട്ടികളൊക്കെ അധികം ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി എടുക്കാനായിരിക്കും പായസത്തിൽ. ചെറിയ കുട്ടികളെന്നല്ല, വലിയ ആളുകളായാലും അങ്ങനെ തന്നെ പായസത്തിൽ അണ്ടിപ്പരിപ്പ് ഇല്ല മുന്തിരി ഇല്ലാറ്. അപ്പോൾ ഇതും ഇല്ലാതാവുമ്പോൾ പായസം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് മെയിനായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിനായിട്ട് ഞാൻ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ബട്ടറാണ് കൊടുക്കുന്നത്. ഞാൻ ബട്ടർ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു പായസത്തിൽ. പക്ഷെ അവർ ബട്ടർ കൊടുത്തപ്പോൾ ബട്ടർ എടുത്തു. പക്ഷേ ബട്ടർ ചേർത്തെന്ന് വെച്ചിട്ട് പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അൺസാൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ നമുക്കിതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി റോസ്റ്റ് ചെയ്തെടുക്കാം. ഏതായാലും അവർ 11 മണിയാകുമ്പോഴത്തേന് വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴത്തേനൊക്കെ ഞാൻ പായസം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസം കുടിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഏതായാലും വളരെ സന്തോഷമായി. അത്രയും ആളുകൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. പാലട ഉണ്ടാക്കാൻ സിമ്പിളാണ്, കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് കഴിഞ്ഞു. സേമിയ പായസമാണ് പിന്നെയും പണിയുള്ളത്. സേമിയ വേറെ സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കണം. സാവോനരി അതുപോലെ കുക്ക് ചെയ്തെടുക്കണം. അത് കുറച്ചൊരു പണിയാണ്. പക്ഷേ പാലട ഉണ്ടാക്കാൻ അത്ര തന്നെ പണിയൊന്നുമില്ല. എന്തായാലും സംഭവം അടിപൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ സന്തോഷമായി. ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര അല്ലെങ്കിലും കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളവർ അതിനനുസരിച്ച് പാലെടുക്കുക.
അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അളവ് കുറച്ചിട്ടെടുത്താൽ മതി. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം. അതുപോലെ തന്നെ ചില ആളുകൾക്ക് നല്ലോണം മധുരം ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് കുറച്ച് മധുരമായിരിക്കും ഇഷ്ടമുണ്ടാവുക. എനിക്ക് നോർമലി പായസത്തിൽ അത്യാവശ്യം മധുരം ഉള്ളതാണ് ഇഷ്ടം. ഏതായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അയക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.